ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടാണ്. അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ ഏട്ടന്മാരോ ഏട്ടത്തിമാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് താഴെ വേറെ കുറേ വീഡിയോസ് വരുന്നുണ്ടാവും. അതിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകരുത്. കുറച്ച് നേരം എന്താണ് നമ്മൾ പറയുന്ന കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് കേട്ടിരിക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ പറയുകയാണ്. നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകളുമായിട്ട് എസ്പെഷ്യലി പാരൻസുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടുണ്ട്. പല ഇവൻറ്റ്സിൽ പല സ്കൂളുകളിലൊക്കെ ആയിട്ട് അതിൽ പല പാരൻസും ഒരുപാട് കൺസേൺസ് നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില പാരൻസ് പറയാറുള്ളത് പാരൻസ് രണ്ടുപേരും, അതായത് ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും രണ്ടുപേരും ജോബുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ്ലി ആ ഒരു ജോബിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടാറില്ല. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടത് എന്താണെന്ന് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ടൈം കിട്ടാറില്ല. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നല്ല ഏതെങ്കിലും ഒരു സ്കൂളിൽ, നമ്മുടെ നാട്ടിൽ നല്ലതെന്ന് പറയപ്പെടുന്ന ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൺസേൺ ഉള്ള കുറച്ച് പാരൻസ് ഉണ്ട്. ചില പാരൻസിൻ്റെ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ചെറിയ ക്ലാസ്സിലായ സമയത്ത് LP UP ആയ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ഒരു ഹൈസ്കൂൾ എത്തിയത് മുതലേ അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനോ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുകയാണ് എന്നുള്ള കൺസേൺ പറയുന്ന ആളുകളുണ്ട്. പിന്നെ മറ്റൊരു കാറ്റഗറി ഉള്ളത്, ഇവർക്ക് കുട്ടികൾക്ക് എന്തൊക്കെയോ കൊടുക്കണം, അതായത് പല കോഴ്സുകൾ കൊടുക്കണം അല്ലെങ്കിൽ പല സ്കില്ലുകൾ കൊടുക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് കൊടുക്കണം എന്നറിയില്ല. കാരണം നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പല വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. ഒരേ കോഴ്സ് തന്നെ പല പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന ആളുകളുണ്ട്, പല ക്വാളിറ്റിയിൽ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻറ്റിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റാതെ എന്ത് കോഴ്സ് കൊടുക്കണം എന്ന് അറിയാത്ത ആൾക്കാർ, ഇങ്ങനെ പല വെറൈറ്റി ഓഫ് കൺസേൺസ് ഉള്ള പാരൻസിനെ നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതുപോലെയുള്ള കൺസേൺസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്, നിങ്ങളുടെ കുട്ടി ഒരു സയൻസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ മെഡിസിനും എഞ്ചിനീയറിങ്ങും അതുപോലെ സയൻസ് ഫീൽഡ്, ഒരുപാട് ഫീൽഡുകളും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു ഏരിയയാണ്. അങ്ങനെയുള്ള ഒരു മേഖലയിൽ നല്ലൊരു പ്രൊഫഷനിൽ പോകണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ പാരൻസിനോടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എക്സാമുകളുടെ റിസൾട്ട് നിങ്ങൾ പലപ്പോഴും എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും ടോപ്പിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്താണ് ഈ ടോപ്പേഴ്സിന് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം. ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കാലിറ്റി മാത്രമായിരിക്കും നോക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ടോപ്പേഴ്സ് ആയുള്ള ആളുകൾക്ക് കോമൺ ആയിട്ടുള്ള മറ്റൊരു ഫാക്ടർ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവർ +1 +2 എത്തുന്നതിന് മുന്നേ അവർക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, അവരുടെ ഫൗണ്ടേഷൻ കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിരുന്നു എന്നുള്ളൊരു പോയിന്റ് കൂടി ഉണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നത് ഹൈസ്കൂൾ ലെവലുകളിലൊക്കെ നമ്മൾ സാധാരണ A+ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും. എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കോൺസെപ്റ്റൽ ബേസ് നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ചൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഉള്ള ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക്, സിമ്പിളായുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റുഡൻസ് വേറെ ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ +1 +2 എത്തുമ്പോൾ അവിടുത്തെ ഹ്യൂജ് സിലബസും അവിടുത്തെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസും താങ്ങാൻ പറ്റാതെ നമ്മുടെ സ്റ്റുഡൻസിന് റിസൾട്ട് ഇല്ലാതെ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈസ്കൂളിൽ നല്ല ബേസുള്ള സ്റ്റുഡൻസ് ആണ്, ബേസിക് മാത്തമാറ്റിക്സ് കൃത്യമായിട്ട് അറിയാം, സയൻസ് നല്ല ഫൗണ്ടേഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ +1 +2 സ്മൂത്ത് ആയിട്ട് പോകും. അവർക്കാണ് എന്ത് ചെയ്യുന്നത്, +2 കഴിഞ്ഞിട്ട് റാങ്ക് കിട്ടുന്നത്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ ഈ വർഷം, കഴിഞ്ഞ വർഷത്തെ മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ JEE എക്സാമിൻ്റെ ടോപ്പേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക. കേരളത്തിൽ നിന്ന് ടോപ്പേഴ്സ് ആയുള്ള ആളുകൾ എടുത്തു നോക്കുക. എല്ലാവരും ഓൺ ഗോയിങ്ങിൽ +2ൻ്റെ കൂടെ ക്രാക്ക് ചെയ്തവരാണ്. റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്തവരേക്കാൾ കൂടുതൽ +2ൻ്റെ കൂടെ ക്രാക്ക് ചെയ്യുന്നവരാണ് ടോപ്പേഴ്സായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഭയങ്കര അതിബുദ്ധിമാന്മാരായിട്ടുള്ള സ്റ്റുഡൻസ് എന്നുള്ളതല്ല പറയുന്നത്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ബുദ്ധി യൂസ് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയ പ്രായം മുതൽ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ചെറിയ ക്ലാസ് മുതലേ അവരിതിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. 6th മുതൽ 7th മുതൽ 8th മുതൽ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെറിയ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വന്നിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെ സയൻസ് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ അവരെ കൊണ്ട് റിപ്പീറ്റും റീറിപ്പീറ്റും ചെയ്യിപ്പിച്ചിട്ട് ഒരുപാട് വർഷങ്ങൾ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുത്തണം എന്നുള്ളത് ഒരു പാരൻറ്റും ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താണ്, +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് കോളേജിലോട്ട് എൻട്രി കിട്ടണം. പക്ഷെ അതൊരിക്കലും നമുക്കൊരു മിറാക്കിൾ പോലെ ആ സമയത്ത് +2ലോ അല്ലെങ്കിൽ +1ലോ ആലോചിച്ചത് കൊണ്ട് കിട്ടുന്നൊരു കാര്യമല്ല.
അതിന് നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ എന്ന് പറയുമ്പോൾ മിനിമം ഒരു ഹൈസ്കൂൾ മുതലെങ്കിലും എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു നോർമൽ ട്യൂഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ സ്കൂളിൽ എന്ത് പഠിക്കുന്നോ അതേ കാര്യം തന്നെയാണ് നോർമൽ ട്യൂഷനിൽ പോയി പഠിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫുൾ A+ വാങ്ങും. ഫുൾ A+ വാങ്ങുക എന്നുള്ളത്, ഫുൾ A1 വാങ്ങുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഒരു ഭയങ്കര സംഭവമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ടത് അവിടെയാണ്. കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ നല്ല ഗ്രേഡുകൾ കിട്ടുന്നുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള +1 സീറ്റ് ഇവിടെ ഇല്ല. പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ അപ്പോഴും കോംപ്രമൈസ്ഡ് ആണ്. ക്വാളിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ക്വാളിറ്റി ഇല്ലാതെ കുറേ A+കൾ കുന്നുകണക്കിന് കൊടുത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് ഫീൽഡിലായിക്കോട്ടെ ഏത് ഫീൽഡിലായിക്കോട്ടെ അവിടുത്തെ അടിപൊളി കോളേജുകളിൽ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾ ഇവർക്ക് ഒരുപാട് കോഴ്സുകൾക്ക് വേണ്ടി ഒരുപാട് ക്യാഷ് പല സ്ഥലത്ത് കൊണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴും എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാക്കാതെയുള്ള ഈ ഒരു പോക്ക് നമുക്ക് ഒരു റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ള കോൺസെപ്റ്റിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കൂടുതൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ട്രിക്കിലൂടെ ആൻസർ ചെയ്യാം, ഇങ്ങനെയുള്ള ട്രെയിനിങ് ആണ് ആക്ച്വലി ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ XandY Learning 8th, 9th, 10th ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്കൂളിലെ കേരള സിലബസ് ആയിക്കോട്ടെ CBSE ആയിക്കോട്ടെ അതിലുള്ള കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സും ഇവർക്ക് ഹൈസ്കൂൾ മുതൽ എഴുതാൻ പറ്റുന്ന എല്ലാ സ്കോളർഷിപ്പ് എക്സാമുകൾക്കും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും പറ്റുന്ന രീതിയിലുള്ള സിലബസ് സെറ്റ് ചെയ്തുകൊണ്ട് IITiansഉം NITiansഉം ഡോക്ടേഴ്സുമായിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കുന്ന ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മക്കളെ ഹൈസ്കൂൾ മുതലേ പ്രിപ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ട് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവരുടെ MBBS ആയിക്കോട്ടെ, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, സയൻസ് ഫീൽഡ് ആയിക്കോട്ടെ, പൈലറ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ് അവരുടെ ഡ്രീമിലോട്ട് ഡയറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളൊരു വിഷനോട് കൂടിയാണ്. അപ്പോൾ ഇനിയെങ്കിലും പറയാനുള്ളത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ കൺസേൺസിൻ്റെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻസ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിന് പ്രോപ്പർ മെൻറ്റർഷിപ്പ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ അക്കാഡമിക്സിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും ഇതിനെ കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഏത് സമയം എവിടെ നിന്നും ക്ലാസ്സുകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമും എക്സാം സീരീസും ഇതിനെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ചെറിയ ക്ലാസ് മുതൽ തന്നെ വളരെ ചെറിയ രീതിയിൽ അവർക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ സിലബസ് അസൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, നിങ്ങൾ പല കോഴ്സുകൾക്കും സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ ഏത് കോഴ്സിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിറ്റി അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഉറപ്പുവരുത്തണം. മാത്രമല്ല നമ്മുടെ A+കളും A1കൾക്കും അപ്പുറത്തേക്ക് ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ കോൺസെപ്റ്റൽ ബേസ് റെഡിയാക്കി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ആസ് എ പാരൻറ്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന, അപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഫൗണ്ടേഷൻ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെയുള്ള സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ പുറകിലോട്ട് ആയിപ്പോകും എന്നുള്ള റിയലൈസേഷൻ നമുക്ക് നിർബന്ധമായിട്ടും വരണം. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ XandY Learningൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ XandY ഫാമിലിയിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്.